കൂട്ടുകാരെ, എല്ലാവർക്കും മൈ മാവട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ തുണി ഉപയോഗിച്ച് ഒരു സ്ലിറ്റ് ടോപ്പ് തയ്ക്കാൻ പോകാനാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ തുണി നാലായിട്ട് മടക്കി ഇതുപോലെ വെക്കണം. മടക്ക് ഭാഗം നമ്മുടെ വശത്തേക്ക് വേണം വരാൻ. 7.5 ആണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് വരയ്ക്കുക. ഇത് എൻ്റെ ആംഹോളും ആ സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത്, 7.5. ഇപ്പോൾ എടുത്ത ഷോൾഡറും ആംഹോളും തമ്മിൽ യോജിപ്പിക്കുക. ചെസ്റ്റ് വേണം, ആംഹോൾ എടുത്ത ആ പോയിന്റിലാണ് നമ്മൾ ചെസ്റ്റ് വേണം എടുക്കേണ്ടത്. അപ്പോൾ ഈ അറ്റത്തിരുന്ന് ചെസ്റ്റ് വേണം എടുക്കുക. എൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ 9.5 ആണ്. തയ്യൽ തുമ്പ് 2 രണ്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ അത് എന്നിട്ട് ഇതങ്ങ് നീട്ടി വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ആംഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കണം. മേളിൽ നിന്ന് തന്നെ ഒരു ഷേപ്പ് കൊടുത്ത് ആംഹോള് ചെസ്റ്റ് അളവിലേക്ക് പൊട്ടിക്കണം. കർവ് ഇതുപോലെ. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 3 ആണ് കേട്ടോ. നെക്ക് കഴുത്ത് എനിക്ക് പുറകിലും താഴെയൊക്കെ 4 മതി. അപ്പോൾ 4 ഇതൊരു ബോക്സ് ആക്കണം. ഒരു റൗണ്ട് ഷേപ്പ്, നല്ലപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. അങ്ങനെ നമ്മൾ കഴുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലെങ്ത്ത് എനിക്ക് 45 വേണം. സീം എലമെൻറ്റ്സ് ഒന്നും കൂടെ ഇട്ട് 46 ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നീട്ടി വരച്ചേക്കണം. അപ്പോൾ ഇറക്കവും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഷേപ്പാണ്. ഷേപ്പ് അടയാളപ്പെടുത്തുന്നത് ഞാനൊരു 15 വെച്ചിട്ടാണ്. 15 അളവ്, 14 അളവിൽ നിന്നാണ് ഷേപ്പ് എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഷേപ്പ് എത്രയാണെന്ന് നോക്കണം. ഷേപ്പ് കൊണ്ട് എനിക്ക് 8.5 ആണ് കേട്ടോ ഷേപ്പ് വരുന്നത്. ഇപ്പോൾ സീം അലവൻസ് 2. നമ്മൾ മേളിൽ അളവെടുത്ത് ചെസ്റ്റ് അളവിൽ നിന്ന് ഷേപ്പ് അളവിലേക്ക് ഒന്ന് താഴത്തോട്ട് വരയ്ക്കുക. സീം അലവൻസ് 2 കൂടെ ഒന്ന് താഴത്തോട്ട് വരയ്ക്കണം. ഹിപ്പ് വണ്ണം വരുന്നത് 9.5 ആണ് ഹിപ്പ് വണ്ണം വരുന്നത്. ഇപ്പോൾ 20 അടയാളപ്പെടുത്താം. അത് വരുന്നത് 9.5. പിന്നെ സീം അലവൻസ് 2. അതിലേക്ക് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ ഷേപ്പ് അടിക്കുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഷേപ്പ് അടിച്ച് എടുക്കാനായിട്ട്. നമുക്ക് സ്ലിറ്റ് എവിടെയാണ് വെക്കേണ്ടത് അതും കൂടെ അടയാളപ്പെടുത്തണം. 22 അടിയിലത്തെ ലാസ്റ്റ് ഇറക്കത്തിൻ്റെ ലാസ്റ്റ് വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഒരു 13 ഇട്ടാട്ടോ അടിക്കുന്നത്. ഒരുപാട് വീതി വന്ന വൃത്തികേടാണ്. അപ്പോൾ 13 ഇട്ട് അടിച്ചാൽ 2 വശത്തുനിന്നും അര വെച്ച് സീം എലവൻസ് മടക്കി അടിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് 12 വെച്ച് കിട്ടും. അപ്പോൾ അത്രയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അളവെടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വെട്ടാൻ കേട്ടോ. കഴുത്തിപ്പോൾ വെട്ടുന്നില്ല, ആദ്യം തന്നെ കൈക്കുഴി വെട്ടി മാറ്റാം. അങ്ങനെ നമ്മുടെ വെട്ടലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ ഭാഗം കഴിഞ്ഞു. കൈയാണ് കേട്ടോ വെട്ടാൻ പോകുന്നത്. കൈയുടെ ഇറക്കം ഇത് ലെങ്ത്ത് 13 ഉണ്ട്. അപ്പർ ആം 8 ആണ് അപ്പർ ആമിൻ്റെ അളവ്. പിന്നെ സീം എലവൻസ് 1.5 ഇട്ടിട്ടുണ്ട്. പിന്നെ ലോവർ ആമിൻ്റെ എടുത്തെന്ന് പറയുന്നത് 6 ആണ്. ആ കൈക്കുഴിയുടെ ഭാഗം ഒരു 3 എടുത്ത് കുഴിവുണ്ടാക്കണം. ഇവിടെ 3 അടയാളപ്പെടുത്തണം. ഇവിടുന്ന് ഈ 3ലേക്ക് നമ്മൾ ടേപ്പ് പിടിച്ച് അതിൻ്റെ നേർപകുതി എടുത്ത് ഒരളവ് കൊടുക്കണം. ഒരു അടയാളം വയ്ക്കണം. ആ അടയാളം വരച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് വേണം നമുക്ക് ഇനി ഷേപ്പ് കൊടുക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഇച്ചിരി ലേശം ഒന്ന് പൊടിക്ക് കയറ്റി ഇതിലേക്കൊരു വളവ് ഇച്ചിരി കയറ്റി ഒരു വളവ് ഇവിടുന്ന്, പിന്നെ ഇവിടുന്ന് താഴത്തുനിന്ന് ഇങ്ങോട്ടേക്കും. ഇനി അവിടുന്ന് വേണം നമ്മൾ താഴോട്ട് അളവ് കൊടുക്കാം. താഴത്തോട്ട് വേണം.
കൈയും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പീസ് തുണി വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുത്തിൻ്റെ അളവിൽ തന്നെ നമ്മൾ 2 കഷ്ണം തുണി വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വൃത്തിക്ക് കഴുത്തടിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുത്തിന് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് 2 കഷ്ണം പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഫ്രണ്ടിൽ കൊടുക്കാനുള്ള ആ ഡിസൈൻ ഒന്ന് ഉണ്ടാക്കുക കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഒരു വർക്കാക്കാനാട്ടോ. എന്നിട്ട് ആ തുണിയിലേക്ക് ലേസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കാനുള്ള പീസിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് അതിൻ്റെ അളവിൽ കഴുത്തിൽ ഫിറ്റ് ചെയ്യണം. അത് ഈ അളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ച് ഈ വൈറ്റ് ലൈസ് നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കണം. 4 ചുറ്റിനും പിടിപ്പിക്കണം. നമ്മൾ 4 ചുറ്റിനും അടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഫ്രണ്ടിൽ വയ്ക്കാനുള്ള പീസ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ആ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് നമ്മൾ നടുക്കൊരു കറക്റ്റായിട്ട് അതിൻ്റെ ഒരടയാളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും കറക്റ്റായിട്ട് അടയാളം വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു തയ്യലങ്ങ് കൊടുക്കുകയാണെങ്കിൽ 2 വശത്തും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്കത് പിടിച്ച് കളയാം. ഈ തുണിയിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് ഇങ്ങനെ ഒരു സംഭവം പിടിപ്പിച്ചു കേട്ടോ. നമുക്ക് കഴുത്ത് വെട്ടാം. അപ്പോൾ കഴുത്ത് വെട്ടാഞ്ഞത് ഇത് പിടിപ്പിക്കാനുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ കഴുത്ത് വെട്ടാം. കഴുത്ത് വെട്ടാനായിട്ട് 2 പീസും ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ വെട്ടാം. കഴുത്തിൻ്റെ പീസ് വെട്ടിയിട്ടുണ്ട്. കഴുത്തും വെട്ടി. ഇനി നമുക്കിവിടെ 4 ബട്ടണും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചടിക്കാം. ടോപ്പിൻ്റെ അടിവശം, കൈ അടിവശം ഒന്ന് മടക്കി. രണ്ട് ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യിക്കാം. രണ്ട് ഷോൾഡറും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് കൈയായിട്ട് അടിക്കാം. കൈ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വലതുവശം എടുക്കുക. കൈയുടെ നടുക്കായിട്ട് നമ്മളൊരു അടയാളം കൊടുക്കുക. ആ നടുക്ക് ഭാഗം കറക്റ്റ് ഷോൾഡറിൽ വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. അവിടെ അടുക്കുന്ന ഒരു വശത്തേക്ക് അടിക്കുക. എന്നിട്ട് അപ്പുറ വശത്തേക്ക് ഇതുപോലെ 2 കൈ അടിച്ചു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. ഇവിടെ വരുമ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരടയാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്ലിറ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് ചെയ്യാം. അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ലിറ്റ് ഇടാൻ പോകണം കേട്ടോ. സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗത്തുനിന്ന് വേണം എടുക്കാൻ. അടിഭാഗത്തുനിന്ന് ഇങ്ങനെ മടക്കി എടുക്കണം. നമ്മൾ അടയാളപ്പെടുത്തി അവിടെ വെച്ച് സൂചി താത്തി വെച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്ത് ഇപ്പുറ വശവും കൂടെ മടക്കിയെടുത്ത് താഴത്തോട്ടടിച്ച് പോകണം.
ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഇനി ഇന്ന് ഇട്ട് നോക്കാം. വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.